2026 BJP നോട്ടമിടുന്ന 3 ജില്ലകളാണ് പ്രധാനമായി തിരുവനന്തപുരം, തൃശൂർ, ആലപ്പുഴ. ഇതിൽ തിരുവനന്തപുരത്തേക്ക് വന്നാൽ ഒരു 5 മണ്ഡലങ്ങളാണ് പ്രധാനമായും അവർ വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്നത്. എ ക്ലാസ് മണ്ഡലം എന്ന് തന്നെ പറയാം. അതായത് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ വരുന്ന നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, അതുപോലെ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ വരുന്ന കാട്ടാക്കട മണ്ഡലം. ഈ 5 മണ്ഡലങ്ങൾ ഇവർക്ക് BJPയുടെ കൈപ്പിടിക്കുള്ളിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്ന് പ്രതീക്ഷ വെച്ച് പുലർത്തുന്നതാണ്. ഇതില് വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ് മണ്ഡലം. ഇത് 2011 ഈ മണ്ഡലം നിലവിൽ വരുന്നത്. നഗരഹൃദയത്തോട് ചേർന്നുള്ള മണ്ഡലമാണ്. ഉയർന്ന നിലവാരത്തിലുള്ളവർ തന്നെ കഴിയുന്ന നായർ ആധിപത്യം ഏറെയുള്ള ഒരു മണ്ഡലം. ഇങ്ങനെ പല സവിശേഷതകളുമുള്ള ഒരു നിയമസഭാ മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. ഇവിടെ BJP 2ാം സ്ഥാനം വരെ വന്ന് നിൽക്കുകയാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 1ാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു. CPM ഇവിടെ 3ാം സ്ഥാനത്ത് പോയ ചരിത്രവുമുണ്ട്. ഇപ്പോൾ CPM ഉപതെരഞ്ഞെടുപ്പിലൂടെ അത് വിജയത്തിലേക്ക് എത്തുകയും ചെയ്തു എന്നുള്ളതാണ്. ഇവിടെ K മുരളീധരൻ മത്സരിച്ച മണ്ഡലം എന്നുള്ള ഒരു ഖ്യാതി കൂടി ഇതിനുണ്ട്. അതായത് 2011 ആദ്യ മത്സര സമയത്ത് K മുരളീധരനും ചെറിയാൻ ഫിലിപ്പുമാണ്. അന്ന് ചെറിയാൻ ഫിലിപ്പ് ഇടത് സഹയാത്രികനായിരുന്നല്ലോ. ചെറിയാൻ ഫിലിപ്പ് ഇങ്ങനെ പലയിടങ്ങളിലും CPMന് ചാവേറായിട്ടുണ്ട്. പുതുപ്പള്ളിയിൽ മത്സരിച്ചിട്ടുണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെ. ഇവിടെ വന്നിട്ട് K മുരളീധരനെതിരെ മത്സരിച്ചു. അദ്ദേഹത്തിന്റെ പാർലമെന്ററി മോഹങ്ങളൊന്നും തന്നെ നടന്നില്ല എന്നുള്ളതാണ്. രാജ്യസഭയിലേക്ക് ഏറെ പ്രതീക്ഷിച്ചിരുന്നതാണ്. അതും കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തെ കൊണ്ടുപോയി ഈ ഖാദി ബോർഡ് വൈസ് ചെയർമാൻ സ്ഥാനത്ത് കൊണ്ട് ഇരുത്താൻ ശ്രമിച്ചു. അത് തനിക്ക് വേണ്ട എന്നുള്ള രീതിയിലാണ് പായം തലയാണ് എല്ലാം എടുത്ത് നേരെ AKE സെന്ററിൽ നിന്ന് ഇറങ്ങി ഇന്ദിരാഭവനിലേക്ക് പോരുന്നത്. അങ്ങനെ ഇപ്പോൾ പഴയ തറവാട്ടിൽ ഉണ്ട് ചെറിയാൻ ഫിലിപ്പ്. അപ്പൊ 2011 K മുരളീധരനായിരുന്നു അവിടെ വിജയം. അത് ഈ മണ്ഡലത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ആരോടും പ്രത്യേകമായിട്ടൊരു കൂറ് കാണിക്കാത്ത മണ്ഡലമാണ്. അവിടെ കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട്, CPM ജയിച്ചിട്ടുണ്ട്. ഇനി BJPയുടെ ഊഴം കൂടിയാണ് ആ മണ്ഡലത്തിൽ വരാനുള്ളത്. ഇപ്പൊ BJPക്ക് അനുകൂലമായ ഒരു സാഹചര്യമാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ 53,000 വോട്ടാണ് ആ മണ്ഡലത്തിൽ നിന്ന് നേടിയിട്ടുള്ളത്. അങ്ങനെ 1ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. BJP ചില ഇടങ്ങളിൽ 1ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. 2ാം സ്ഥാനത്ത് കോൺഗ്രസ് ആണ്. 3ാം സ്ഥാനത്ത് പന്നിയൻ രവീന്ദ്രൻ രാജീവ് ചന്ദ്രശേഖർ പിടിച്ച വോട്ടിന്റെ പകുതി പോലും പിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ദയനീയമായ പരാജയമാണ് അവിടെ സംഭവിച്ചത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പില് K മുരളീധരനാണ് ഇവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചത്. BJP അന്ന് 2ാം സ്ഥാനത്താണ് എത്തിയത്. കുമ്മനം രാജശേഖരന് അന്ന് CPMന്റെ സ്ഥാനാർത്ഥി TN സീമ 3ാം സ്ഥാനത്ത് പോയി എന്നുള്ളതാണ്. അന്ന് കുമ്മനം രാജശേഖരനെ യഥാർത്ഥത്തിൽ തിരുവനന്തപുരം സെൻട്രലിൽ നിർത്തി മത്സരിപ്പിക്കണമായിരുന്നു. അന്ന് തിരുവനന്തപുരം സെൻട്രലിലെ നിർത്തിയത് ശ്രീശാന്തിനെയാണ്. ക്രിക്കറ്റ് താരം ശ്രീശാന്തിനെയാണ് അവിടെ ഇറക്കിയത്. അദ്ദേഹം അങ്ങനെ കുമ്മനത്തെ ഒരുപക്ഷെ അവിടെ നിർത്തിയിരുന്നുവെങ്കിൽ BJPക്ക് അന്ന് നേമത്തോടൊപ്പം തന്നെ തിരുവനന്തപുരം സെൻട്രലിലും BJPക്ക് സീറ്റ് കിട്ടിയേനെ എന്നുള്ളത് ഉറപ്പായിരുന്നു. പക്ഷെ കുമ്മന ഇവിടെ 2016 2ാം സ്ഥാനത്ത് ഒതുങ്ങുകയാണ് ചെയ്തത്. 2019 ഇവിടെ മുരളീധരന് വടകരയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അവിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരത്തിന്റെ ബ്രോ എന്ന് വിശേഷിപ്പിക്കുന്ന VK പ്രശാന്തിനെ ഇവർ ഇറക്കി എന്നുള്ളതാണ്. അങ്ങനെ മണ്ഡലം ഇവർക്ക് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു. പിന്നീട് 2021 അത് VK പ്രശാന്ത് തുടരുകയും ചെയ്തു. ഇനിയിപ്പോൾ 3ാം ഊഴത്തിലേക്ക് CPMലെ പലരെയും ചിന്തിക്കുന്നുണ്ടെങ്കിലും
വി കെ പ്രശാന്തിന് ഇത് ബാധകമല്ല. കാരണം അത് മുഴുവൻ സമയം കിട്ടിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് 2 ഊഴം തന്നെ പൂർത്തീകരിച്ചിട്ടില്ല. അപ്പോൾ 3-ാം ഊഴത്തിലേക്ക് പോകാം. ഒരുപക്ഷെ വി കെ പ്രശാന്തിന് കഴക്കൂട്ടം മണ്ഡലത്തിലേക്ക് മാറ്റാനുള്ള സാധ്യതയുണ്ട്. കഴക്കൂട്ടം മണ്ഡലത്തിലെ കടകംപള്ളി സുരേന്ദ്രനാണ്. കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോൾ 2 ഊഴം പൂർത്തിയാക്കിയിരിക്കുകയാണ്. കടകംപള്ളിക്കെതിരെ പലതരത്തിലുള്ള വികാരങ്ങളും അവിടെ നിൽപ്പുണ്ട്. BJP അവിടെ വളരെ വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലം കൂടിയാണ്. അപ്പോൾ വി കെ പ്രശാന്തിനെ അവിടെ കൊണ്ടുവന്നാൽ പ്രശാന്ത് നാട്ടുകാരനുമാണ്. അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്തിരിക്കുന്ന നടൻ പ്രേംകുമാറിനെ അവിടെ ഇറക്കാനുള്ള സാധ്യതയുമുണ്ട്. പ്രേംകുമാർ അല്ലെങ്കിൽ വി കെ പ്രശാന്ത് ആയിരിക്കും കഴക്കൂട്ടത്ത് മത്സരിക്കുക. ഇവിടെ ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ BJPയുടെ ഒരു മാജിക് കാണാൻ പോകുന്നത്. ഇവിടെ മത്സരിക്കാൻ പോകുന്നത് നടൻ കൃഷ്ണകുമാർ ആയിരിക്കും. അതിനു മുമ്പായിട്ട് മറ്റു പല പേരുകളൊക്കെ പറയുന്നുണ്ടായിരുന്നു. കെ മുരളീധരനാണ് മത്സരിക്കുന്നതെങ്കിൽ പത്മജ വേണുഗോപാൽ BJPയുടെ സ്ഥാനാർത്ഥിയായി വട്ടിയൂർക്കാവിൽ വരും എന്ന്. അതല്ല ശ്രീലേഖ IPS ആയിരിക്കും അവിടെ എന്നും പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കൂടുതൽ സാധ്യത നിൽക്കുന്നത് നടൻ കൃഷ്ണകുമാറിനാണ്. കൃഷ്ണകുമാർ ആ മണ്ഡലത്തിൽ പ്രവർത്തനം തന്നെ തുടങ്ങിക്കഴിഞ്ഞു. ഈ പല മണ്ഡലങ്ങളിലും അനൗദ്യോഗികമായിട്ട് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞിട്ടുണ്ട്. അത് രാജീവ് ചന്ദ്രശേഖർ തന്നെ നേരിട്ട് പലർക്കും പല ജോലികൾ ഏൽപ്പിച്ചിരിക്കുകയാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ആ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് മികച്ച പ്രകടനം ആ മണ്ഡലത്തിൽ നിന്ന് കിട്ടണം. അങ്ങനെ വരുമ്പോൾ അവരായിരിക്കും അവിടെ സ്ഥാനാർത്ഥി, ആ നിയമസഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി നിർത്തും. ഇപ്പൊ കൃഷ്ണകുമാറിന്റെ മേൽനോട്ടത്തിൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ പ്രവർത്തനം ദ്രുതഗതിയിൽ തന്നെ നടക്കുന്നുണ്ട്. പല ഇടങ്ങളിലും മേഖലാ യോഗവും അതുപോലെ കുടുംബ സംഗമവും ഒക്കെയായിട്ട് കൃഷ്ണകുമാർ മുന്നോട്ട് പോവുകയാണ്. കൃഷ്ണകുമാറിന് ഈ കഴിഞ്ഞ തവണ 2021 തിരുവനന്തപുരം സെൻട്രലിലാണ് മത്സരിച്ചത്. അന്ന് ശിവകുമാറും ജനാധിപത്യ കേരള കോൺഗ്രസിലെ ആന്റണി രാജുവുമായിട്ടാണ് മത്സരം കാഴ്ചവെച്ചത്. ആന്റണി രാജുവിന് എന്തായാലും ഇത്തവണ ആ തിരുവനന്തപുരം സെൻട്രൽ CPM കൊടുക്കില്ല. CPM തന്നെ നേരിട്ട് മത്സരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ഒരുപക്ഷെ മുരളീധരൻ വരുമോ ഇല്ലയോ എന്നാണ് അറിയേണ്ടത്. മുരളീധരൻ വന്നു കഴിഞ്ഞാൽ മുരളീധരനും BJPയും തമ്മിലുള്ള മത്സരമായിരിക്കും കാണാൻ പോകുന്നത്. മുരളീധരനെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമായി കാണരുത്. മുരളീധരന് ഗ്രൗണ്ട് ലെവൽ കണക്ഷൻ ഉള്ള ഒരാളാണ്. ജനങ്ങളുമായിട്ട് 2011 മുതൽ ഇങ്ങോട്ട് വലിയ അടുപ്പം സ്ഥാപിച്ചിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ് മുരളീധരൻ. അവിടെ അദ്ദേഹം വിളിച്ചുകൂട്ടുന്ന യോഗങ്ങളിലെല്ലാം തന്നെ അവിടെ താഴെത്തട്ടിലുള്ള റെസിഡൻസ് അസോസിയേഷൻ പ്രവർത്തകരുമായിട്ട് പോലും അദ്ദേഹത്തിന് നിരന്തരമായിട്ടുള്ള ബന്ധമുണ്ട്. അവരിലും കൂടെയാണ് കാര്യങ്ങളെല്ലാം തന്നെ ആവശ്യങ്ങൾ കൊണ്ടുവരികയും അത് പരിഹരിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നത്. അപ്പോൾ മുരളീധരൻ ഒരുപക്ഷെ വന്നു കഴിഞ്ഞാൽ വട്ടിയൂർക്കാവിലെ ആകെക്കൂടെ ചിത്രം മാറുമെന്നുള്ളതാണ്. മുരളീധരനും കൃഷ്ണകുമാറും കൂടിയാവില്ല. പക്ഷെ മുരളീധരൻ എന്തോ ഇങ്ങോട്ടേക്ക് വരാൻ അല്പം മടിക്കുന്നുണ്ട്. കാരണം തനിക്ക് തോൽവി നേരിടേണ്ടി വരുമോ? തോൽവി നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ അത് കോൺഗ്രസ്സുകാർ അത് ആഗ്രഹിക്കുന്നതാണ്. മുരളീധരൻ ജയിച്ചു വന്നു കഴിഞ്ഞാൽ മന്ത്രിസ്ഥാനം ഉറപ്പായും കൊടുത്തേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് മുരളീധരനെ അകറ്റി നിർത്താനുള്ള ഒരു ശ്രമവും കേന്ദ്രത്തിലെ ചിലരുടെ ഹൈക്കമാൻഡിൽ ചിലരൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്തായാലും വട്ടിയൂർക്കാവിൽ നമ്മള് A ക്ലാസ് മണ്ഡലമാണ്. A ക്ലാസ് പോരാട്ടം തന്നെയായിരിക്കും കാണാൻ പോരുക.